നമുക്കൊന്ന് 1, 2 ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ പുറത്തോട്ട് പോകണമായിരുന്നു. ഒരു 2:30 ആയപ്പോൾ 2:30 അല്ല ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ക്ലിനിക്കിൽ പോകണമായിരുന്നു. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് പിന്നെ തിരിച്ച് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്ലിനിക്കിൽ ചെന്നപ്പോൾ നമ്മുടെ ഒരു 3-4 ഫാമിലി മെമ്പേഴ്സിനെ അവിടെ വെച്ചിട്ട് കാണാൻ പറ്റിയ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അധികം ആരോട് സംസാരിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഒരാൾ മാത്രം എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പരിചയപ്പെടാൻ അധികം അങ്ങോട്ട് പറ്റിയില്ല. അവിടെ ക്ലിനിക്ക് ആയതുകൊണ്ട് ഡോക്ടറൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. കുറച്ച് സൈലൻറ്റ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അധികം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും അധികം സംസാരിക്കാൻ പറ്റില്ല. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ അവരെ കാണുന്നുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ആരെയും നമ്മൾ കണ്ടില്ല. മുന്നേ കയറിയവരൊക്കെ അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിറകെ വന്നവരൊക്കെ നമ്മൾ ഇറങ്ങുന്നവരെ നമുക്കവിടെ വെയിറ്റ് ചെയ്യാനും പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1-2 വേറെ ആവശ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം അങ്ങനെ കാണുവാണെങ്കിൽ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതാ നമ്മളിവിടുത്തെ അടുത്ത സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നു. ഇന്ന് അവിടെ കളക്ഷൻ അധികം കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും നല്ല തിരക്കായിരുന്നായിരിക്കുമല്ലോ, അതുകൊണ്ടൊക്കെ ആയിരുന്നു തോന്നുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ റേറ്റ് അങ്ങ് ഭയങ്കര കൂടിയ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല. എല്ലാം കൂടെ കമ്പയർ ചെയ്ത് നോക്കും കേട്ടോ, പുറത്തും ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടൊക്കെ സാധനങ്ങൾ ഇരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറച്ച് നീറ്റാക്കി അവർ വെച്ചേക്കുമല്ലോ. റേറ്റും അതേപോലെ ആയിരിക്കും. പിന്നെ ഈ ഓട്സിനാണെങ്കിൽ 50% ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ ഒരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ, അവിടെ ഫ്രൂട്ട്സ് ഒന്നും അധികം അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ കയറി ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മൂന്നാംകുറ്റിയിലോട്ട് പോയി. നമ്മുടെ മാർക്കറ്റിൻ്റെ സൈഡൊക്കെ അവിടേക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടെ കടകളെല്ലാം അടവാട്ടോ. ഒരു കട പോലും തുറന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് കയ്യോടെ എല്ലാം ഒന്നും എടുത്ത് വെക്കുന്നില്ല. കുറച്ച് സാധനങ്ങൾ, വെജിറ്റബിളും സാധനങ്ങളും പാലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഡയറ്റ് ആരംഭിക്കാം എന്നും പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ എത്ര ദിവസം കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ എനിക്ക് ഡയറ്റ് എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിനകത്ത് പ്ലാനിങ്. എത്രത്തോളം സക്സസ് ആവുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ എടുത്ത് ഓരോന്നൊക്കെ പിന്നെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കും. പിന്നെ ചെറിയാണെങ്കിൽ കുഞ്ഞിന് വേണമെന്നും പറഞ്ഞ് ആളെടുത്ത കേട്ടോ, കഴിക്കാൻ തോന്നുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് ഞങ്ങൾ പിന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. എനിക്ക് അത്ര അങ്ങോട്ട് മധുരം ഉള്ളതുകൊണ്ട് അത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനത് മേടിക്കുമായിരുന്നു സ്ഥിരമായിട്ട്. അതിങ്ങനെ ക്രഷ് ചെയ്തിട്ടൊക്കെ അതിനകത്തൊക്കെ ഇടാൻ. നേരത്തെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണത്തില്ല. കാരണം ഞാൻ ഇവിടെയല്ല, നമ്മൾ അവിടെ കായംകുളത്ത് നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞാനായിരുന്നു കേക്കൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വെജിറ്റബിളൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പതുക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തലവേദന എവിടെ നിന്ന് വരുന്നതെന്നറിയില്ല, നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അതുകൊണ്ട് ഇപ്പം പുറത്തോട്ട് പോകുമ്പോഴേ ഗ്ലാസ് വെച്ചിട്ട് മാത്രമേ പോകത്തുള്ളൂ. കണ്ണട വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ. കണ്ണിലിങ്ങനെ ആ ഒരു വെളിച്ചവും വെയിലൊക്കെ ഒന്ന് അടിക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ കാണാൻ കൊള്ളാവോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല. പക്ഷെ കണ്ണട വെച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പം പുറത്തോട്ട് ഇറങ്ങുന്നത്. എനിക്ക് വയ്യ, തലവേദന വന്നാൽ ഒട്ടും പറ്റത്തില്ല. എന്നിട്ട് തന്നെ എനിക്ക് തലവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു വന്നപ്പം തന്നെ. അവിടെ എവിടെയെങ്കിലും ഒന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പുതിനയില ഞാൻ അല്ലാണ്ട് വെച്ചിരുന്ന ചീത്തയപ്പോൾ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡപ്പയിലാക്കി വെക്കാമെന്ന്. ഡപ്പയിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇരിക്കും കേട്ടോ. ഈ നമ്മൾ എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്നേരം തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ട് അന്നേരം തന്നെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം അങ്ങ് അകത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ വെക്കുന്നെങ്കിൽ അതിൽ നിന്ന് ഈ തണുപ്പൊക്കെ മാറി ഈ ഒരു ഈർപ്പം അതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അഴുകി പോകും പെട്ടെന്ന്. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് എടുക്കുക, പിന്നെയും ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ വെക്കുവാണെങ്കിൽ ഇരിക്കും. ഞാൻ അങ്ങനെയാണ് വെക്കാറുള്ളത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പിന്നെ എഴുന്നേറ്റ് കുളിച്ചു, വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഇരിക്കുമായിരുന്നു. അതൊക്കെ പിന്നെ ഞാനൊരു ചെറിയൊരു കൂട പോലെ ഉണ്ട് കേട്ടോ, അതിനകത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജൊന്നും ഒതുക്കാനുണ്ടായിരുന്നു, അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഫ്രിഡ്ജൊക്കെ ഒതുക്കിയിട്ടാണ് പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ തന്നെ നോക്കിയത്. അങ്ങനെ ഈ ആപ്പിളും പിന്നെ പഴവും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല.
എന്നിട്ടും പിന്നെ എന്തിനാ വാങ്ങിച്ചതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല. അതായത് നമ്മളെ ഹെൽത്ത് നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ മേടിക്കാമെന്ന് ചോദിച്ചു. കുറേ നാളിന് ശേഷമാണ് ഞാനിത് കഴിച്ചത്. എനിക്കൊന്ന് വർഷങ്ങളായി ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു നീ കഴിക്കുമെങ്കിൽ വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടാട്ടോ ആൾ വാങ്ങിച്ചു തന്നത്. ആദ്യം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അവിടെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബേക്കറി കയറിയ സമയത്ത് ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ ബേക്കറിയിൽ നിന്നായിരുന്നു മേടിച്ചിരുന്നത്. കാരണം അവിടെ അധികം ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബേക്കറി കയറിയപ്പോൾ ഇതവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ പിന്നെ പറഞ്ഞു എന്നാൽ കുറച്ചും കൂടെ മേടിക്കാം. അങ്ങനെ 1 കിലോ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ കുറച്ച് അല്ലാത്ത നമ്മൾ പൊട്ടിക്കാത്ത കുറേ പാക്കറ്റുകളുണ്ട്. കടുക്, മല്ലി, ഉലുവ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നമ്മുടെ ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർന്നിട്ട് മാത്രമേ പിന്നെ അടുത്തെടുക്കാറുള്ളൂ. അതുകൊണ്ട് ഈ എടുത്ത സാധനങ്ങൾ ഞാൻ പിന്നെ കൊണ്ടുവന്ന് വേറൊരു ബക്കറ്റിനകത്താക്കി വെക്കും കേട്ടോ. അതിങ്ങനെ ബക്കറ്റിൽ കുറേ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചേക്കും. ഒരാവശ്യത്തിന് നമുക്കതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. എപ്പോഴും കിടന്ന് നമ്മൾ ചിലപ്പം നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴായിരിക്കില്ലേ പോയി നോക്കുന്നത്. അന്നേരം പിന്നെ പെട്ടെന്ന് കടയിലോട്ട് ഓടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ തീരാറാവുന്ന സമയത്ത് വാങ്ങിച്ച് വെക്കും. എന്ന് പറഞ്ഞാൽ ഒരുപാട് മുന്നേ അങ്ങ് വാങ്ങിക്കത്തില്ല. തീരുന്നതിന് തൊട്ട് മുന്നായിട്ട് ഈ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടോ നോക്കിയിട്ട് മേടിച്ച് വെക്കും കേട്ടോ. അല്ലെങ്കിൽ ആവശ്യത്തിനുള്ളത് നമ്മൾ കടയിലങ്ങനെ പോകുമ്പോൾ മേടിക്കാറുള്ളൂ. ഒരുപാട് അങ്ങനെ മേടിച്ച് കൂട്ടി അങ്ങനെ വെച്ച് നശിപ്പിച്ച് കളയാറില്ല ഞാൻ. അങ്ങനെ പിന്നെ അത് നമ്മൾ നശിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ. അയ്യോ അത്രയും പോയല്ലോ, നമ്മൾ എടുക്കാഞ്ഞിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ മേടിക്കൂ. പിന്നെ ഈ ടിഷ്യൂ പേപ്പർ ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടായിരുന്നു. കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കേട്ടോ. പക്ഷേ ഇത് വെക്കാനുള്ള സ്റ്റാൻഡില്ല. സ്റ്റാൻഡ് ഒരെണ്ണം മേടിക്കണോ അതോ ഞാൻ ഉണ്ടാക്കണോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. നോക്കാം. പിന്നെ കാടാമുട്ട കുറച്ച് മേടിച്ചു കേട്ടോ. കാടമുട്ട നല്ല രസമാണ്, കുഞ്ഞു മുട്ടയാണ്. അത് ഞാൻ കുറേ നാളിന് ശേഷമാണ് അതും മേടിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് മുന്നേ ഞാനൊരു ലെറ്റർ എഴുതുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു എഴുത്ത് ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ അതിനകത്ത് ഉൾപ്പെടുത്താറാണ് പതിവ്. അപ്പോൾ അത് ആർക്കാണ് എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അതായത് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരില്ലേ. അതായത് ഒരുപാട് നാളും നമ്മളെ തുടക്കം തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. പിന്നെ ഇപ്പം പകുതി തൊട്ടായാലും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് തോന്നിയ കുറേ ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുകയും നമ്മുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കാറുണ്ട് ഒരുപാട് പേരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ. മെസ്സേജ് അയക്കാത്ത ആൾക്കാർ തന്നെ നമ്മളെ കമൻറ്റ് ബോക്സിലായാലും വന്ന് വിശേഷങ്ങൾ കാര്യങ്ങളും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ ഒരാളെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഒരാൾക്ക് മാത്രമല്ല എഴുതുന്നത്. ഇപ്പോൾ ആദ്യം ഒരാൾക്കായിരിക്കും എഴുതുന്നത്. അത് അടുത്ത ആഴ്ച പോസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഓരോരുത്തരും അന്ന് ഞാൻ ഇതോട്ട് പറഞ്ഞായിരുന്നു എനിക്ക് എഴുതണം എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു. എനിക്ക് എഴുതണം എന്ന് പറയുമ്പോൾ ഒരാളെക്കുറിച്ച് എനിക്ക് അത്രത്തോളം അറിയാമെങ്കിൽ മാത്രമേ എനിക്ക് ആ ലെറ്റർ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നത്. വീഡിയോസ് ഞാൻ പണ്ട് മുതലേ കാണാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കമൻറ്റ്സ് ചെയ്യുന്നത്, മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയാം. അതായത് നമ്മുടെ വീഡിയോസ് എന്നും കാണുന്നുണ്ട്. ഞങ്ങളെക്കുറിച്ച് നന്നായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അത്രത്തോളം അറിയാൻ പറ്റത്തുള്ളൂ. ഡെയിലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ, ഇല്ലെങ്കിൽ നമ്മളോട് ഇത്രയും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണല്ലോ എന്നൊക്കെ തോന്നുന്നത് കമൻസിലൂടെ മെസ്സേജിലൂടെ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പറെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ നമ്മളെ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അവർ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നാറുള്ളത്. അല്ലാത്തൊരാൾ ഫാമിലി മെമ്പറാണെന്ന് പറയുമ്പോഴും നമ്മളിതിന് മുന്നേ കണ്ടിട്ടേ ഇല്ല അവരെ. കാരണം ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ലെറ്റർ എഴുതുന്ന കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് തോന്നണമെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നത്തുള്ളൂ. അതുകൊണ്ട് സംസാരിക്കാൻ നോക്കുക, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ ഇടുന്ന ലെറ്റർ ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ അങ്ങനൊരു കാര്യം ഉണ്ടാക്കുന്നത് തന്നെ. അന്നേരം അതിന് കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത പിന്നെ ഓരോ ആഴ്ചകളിലായിട്ട് ഓരോരുത്തർക്കും ലെറ്റർ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കാണത്തില്ല. എന്തായാലും ഫസ്റ്റ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്കിന്ന് നൈറ്റത്തേക്ക് ഫുഡ് ഞങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒരു ബർഗർ കഴിക്കാൻ എനിക്കൊരു ആഗ്രഹം. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കാമെന്ന് കുഞ്ഞൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക്
ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ 2 ബന്ന് അവിടുന്ന് വന്നപ്പം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയുടെ അങ്ങനെ കഴിക്കാമെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ബർഗർ എന്നൊന്നും അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല, അങ്ങനെ മുട്ടയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ലീഫ് ഞാനൊന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ബർഗറിനകത്തൊക്കെ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ, ഞാനതിൻ്റെ സാലഡിനകത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2 എടുത്തിട്ടുണ്ട്. പിന്നീട് നൈസായിട്ട് നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബന്നൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് 2ആയിട്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ തേച്ച് കൊടുക്കുന്ന ബട്ടർ ആട്ടോ തേച്ച് കൊടുക്കുന്നത്. അപ്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ബന്നൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2ഉം ഞാൻ അതിൽ തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കമഴ്ത്തിയിട്ട് ഒന്ന് റോസ്റ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് സെപ്പറേറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് അതിനകത്തോട്ട് തന്നെയാണ് നമ്മൾ മുട്ട കുറച്ച് ബുൾസയാക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ, ഹാഫ് കുക്കാക്കി. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയൊക്കെ പൊട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതൊന്നാക്കി അതിനകത്ത് ഉപ്പും കുരുമുളകും കൂടെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, പിന്നെ തക്കാളി, പിന്നെ ലീഫൊക്കെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മളിതാ ഈ ഒരു മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് ഞാൻ പറയാം. ഇതിനകത്ത് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാൻ മറന്നു കേട്ടോ. നമ്മൾ മയോണൈസ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ടൊമാറ്റോ സോസ് കയ്യിലുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു ബന്ന് നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം ടൊമാറ്റോ സോസ് തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എല്ലാം കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഞാൻ പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നീടായിട്ട് ഞങ്ങളത് കഴിച്ചത്. പിന്നെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ മറ്റേത് സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ കുത്തി അതിനകത്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു ബർഗർ പോലെയൊക്കെ ഇരിക്കുകയാണ്, അടിപൊളിയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അധികം ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു കൊതി തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നൈറ്റ് അതൊക്കെയായിരുന്നു കഴിച്ചിരുന്നത്. അത് കഴിച്ചപ്പം തന്നെ അത്യാവശ്യം വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ രാത്രിയിൽ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ പിന്നെ കൈയോടെയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകിയതിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് അതായത് സ്ഥലത്ത് കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ കുറേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ജിഷ രതീഷിൻ്റെ മകനായ വാമിക്കിൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 19-നും ആതിര രാജീവിൻ്റെ മകനായ അശ്വിൻ രാജിൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 21-നും പിന്നെ അല്ലുമോൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 21-നും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 പേർക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മക്കളെ, ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ചക്കര ഉമ്മയുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി വിഷസ് ആണ്. രേഷ്മ ശരത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഓഗസ്റ്റ് 17-നും രേവതി അഖിലിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഓഗസ്റ്റ് 21-നും സുജ കലേഷിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഓഗസ്റ്റ് 22-നും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് നിങ്ങൾ ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം പിന്നെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ പാത്രങ്ങൾ കഴുകലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തേങ്ങ ഞാൻ പൊട്ടിച്ചത് ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ കൈയോടെ അങ്ങ് തിരികെ വെച്ചേക്കാമെന്ന് ചോദിച്ചു. പിന്നെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തിരുകാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ കൈയുടെ വിരലിൻ്റെ ഭാഗത്ത് നല്ല വേദന ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ചെന്ന് തട്ടിയതോ മുട്ടിയതോ എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, എനിക്കിന്ന് തേങ്ങ നിന്ന് തിരികെ തരാമോ എന്ന് ചോദിച്ചപ്പോൾ വന്നു പിന്നെ തിരികെയൊക്കെ തന്നു കേട്ടോ. പിന്നെ നമുക്ക് തോരന് വേണ്ടിയിട്ട് നാളത്തേക്കുള്ള ആവശ്യത്തിന് അരിഞ്ഞു വെക്കുന്നുണ്ട്. കുറച്ച് അമരപ്പയർ കിടപ്പുണ്ടായിരുന്നു, അമരയ്ക്ക എന്നൊക്കെ കേട്ടോ ഞങ്ങളിവിടെ പറയുന്നത്. നിങ്ങളവിടെ എന്താണെന്ന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അത് 2 കിടപ്പുള്ളായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പിന്നെ ക്യാരറ്റും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതെടുത്ത് ഞാൻ വെച്ചപ്പോഴാണ് അയ്യോ നമ്മളുടെ കയ്യിൽ ഈ ഒരു സംഭവം ഉള്ള കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മറക്കും കേട്ടോ എന്തെങ്കിലും അരിയുമ്പോൾ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഓർമ്മയിലും ഇല്ല. അങ്ങനെ പിന്നെ അത് ഞാനാണെങ്കിൽ വലിച്ചിട്ട് ഈ സാധനം വരുന്നില്ല. അപ്പം ഇത് നല്ലപോലെ വലിക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകുമെന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് എന്തായാലും അനങ്ങുന്നില്ലല്ലോ, ഈ സാധനം കേടാണോ എന്നൊക്കെ. അന്നേരം പിന്നെ വന്ന് കുഞ്ഞൻ എനിക്ക് വലിച്ചു കാണിച്ചിട്ട് പറഞ്ഞു, ആരോഗ്യം വേണം നിനക്ക്, അല്ലാതെ ആരോഗ്യം ഇല്ലാതെ കിടന്ന് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ ആളാട്ടോ പിന്നെ എനിക്കിത് കട്ട് ചെയ്ത് തന്നത്. അപ്പോൾ സംഭവം കൊള്ളായിരുന്നു, എല്ലാം പൊടിയായിട്ട് എന്തായാലും കട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് ഞാൻ പിന്നെ വേറെ പാത്രത്തിനകത്തോട്ടൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഇങ്ങനെ ഒരു ഡപ്പയിൽ എന്തെങ്കിലും ആക്കിയിട്ട് ഞാൻ പിന്നെ അങ്ങ് വെക്കാറുണ്ട്. അങ്ങനെ 2ഉം കൂടെ വെച്ചു. പിന്നെ തേങ്ങയും
തേങ്ങയും കൂടെ തിരികെ തന്നതും കൂടെ എടുത്ത് ഡപ്പയിലാക്കിയിട്ട് ഇത് ഫ്രീസറിനകത്ത് വെക്കും കേട്ടോ. തേങ്ങ മറ്റേത് താഴത്തെ തട്ടിലും. പിന്നെ രാത്രിയിൽ നമുക്ക് തണ്ണിമത്തൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കൊള്ളില്ലായിരുന്നു കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു, മധുരമൊന്നും ഇല്ല, പൊട്ടായിരുന്നു കേട്ടോ. എനിക്ക് അബദ്ധം പറ്റി ഞാൻ തന്നെ പോയി എടുത്തതാണ്, എന്ത് ചെയ്യാനാ. പിന്നെ എന്തായാലും നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ചല്ലോ, എടുത്ത് കളയാൻ പാടില്ലല്ലോ, മനസ്സ് വരത്തില്ലല്ലോ കളയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ പകുതി കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. കൂടുതലും ഞാൻ തന്നെയാണ് കഴിച്ച, കുഞ്ഞിനകത്തേക്കും കഴിച്ചതേ ഇല്ല മധുരം ഇല്ലയെന്നും പറഞ്ഞിട്ട്. പിന്നെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്ത് കഴിക്കാമെന്നും പറഞ്ഞിട്ടൊക്കെ ആട്ടോ. പിന്നെ കുറേ പേര് പരാതി പറയുന്നുണ്ട്, കമൻസിന് അധികം റിപ്ലൈ ഇല്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല, നമ്മളെയൊക്കെ മറന്നോ, നമ്മളത് മറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ നിങ്ങളൊന്നും മറക്കത്തില്ല, വന്ന വഴി ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എനിക്കിപ്പോൾ വയ്യടാ, അതുകൊണ്ടൊക്കെയാണ്. എനിക്കിപ്പോൾ ഫോൺ അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഫോൺ അധികം യൂസ് ചെയ്യരുതെന്ന് തന്നെയാണ് ഡോക്ടറും പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്നിട്ട് കൂടി ഞാൻ കിട്ടുന്ന സമയത്ത്, എനിക്ക് ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. കുറച്ച് വൈകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്. മെസ്സേജിനായാലും കമൻസിനായാലും നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇടുന്ന കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കുത്തിയിരുന്നിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അത്രയും നേരം ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.